കോഴിക്കോട് സബ് ജയിലിനോട് ചേർന്ന് സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ കൂറ്റൻ പരസ്യ ബോർഡുകൾ. മതിലിന് മുകളിൽ കയറി ഒരാൾക്ക് എളുപ്പത്തിൽ താഴോട്ടിറങ്ങാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ജയിൽ വകുപ്പിൻ്റെ സ്ഥലങ്ങൾ ഒഴിച്ചിടാൻ പാടില്ല എന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇത് സ്ഥാപിച്ചതെന്നാണ് ജയിൽ വകുപ്പ് ഇപ്പോൾ പറയുന്ന ന്യായീകരണം. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് നിഖിൽ, പറയൂ. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ കോഴിക്കോട് സബ് ജയിലിന് മുന്നിലാണ് ഉള്ളത്. ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ജയിലിനോട് ചേർന്ന് പരസ്യ ബോർഡുകൾ, കാഴ്ച മറയ്ക്കുന്നതോ ജയിൽ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പരസ്യ ബോർഡുകളൊന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് ജയിൽ ചട്ടം. എന്നാൽ കോഴിക്കോട് സബ് ജയിലിന് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് മറ്റൊന്നാണ്. നോക്കൂ, കോഴിക്കോട് സബ് ജയിലിൻ്റെ പ്രധാനപ്പെട്ട മതിൽ, അതായത് നല്ല ഉയരമുള്ള മതിലാണ്. ആ മതിലിനോട് ചേർന്ന് പക്ഷേ ഉള്ളത് നമുക്ക് അല്പം സൂം ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ആ ജയിലിനോട് ചേർന്നാണ്, ആ ജയിലിൻ്റെ മതിലിനോട് ചേർന്നാണ് പരസ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് കമ്പികളുള്ളത്. ഒരുപക്ഷെ ഗോവിന്ദസ്വാമി മതിൽ ചാടി കടക്കാൻ ഉള്ള സാഹചര്യത്തെക്കാൾ അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാഴ്ചകൾ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പരാതിയുമായി പൊതുപ്രവർത്തകരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ബോർഡുകളിലൊന്നും തന്നെ പരസ്യമില്ല. അതേസമയം അതിനു വേണ്ടിയിട്ടുള്ള കമ്പികൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ മതിലിൻ്റെ മുകളിലേക്ക് വരെ ഒരു പ്രതിക്ക് എത്താൻ കഴിഞ്ഞാൽ സുഖമായി ആ കമ്പിയിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ജയിലിന് ഉള്ളിലെ സൗകര്യങ്ങൾ, അതായത് സ്ഥല സൗകര്യങ്ങൾ ഒഴിച്ചിടാൻ പാടില്ല, അത് കഴിയുന്ന വിധത്തിൽ സാമ്പത്തിക ലാഭമാക്കി മാറ്റാൻ കഴിയുന്ന സാധ്യതകൾ ഒരുക്കണം, അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തണമെന്നുള്ള ഉത്തരവിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു നീക്കം, അതായത് UDF സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള നീക്കം നടത്തിയതിനെ തുടർന്ന് അന്ന് വലിയ പ്രതിഷേധവുമായി LDF അടക്കം രംഗത്തെത്തുന്ന, DYFI പ്രവർത്തകരടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു ജയിൽ ചാട്ടം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിലൊരു വലിയ സുരക്ഷാ വീഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് പൂർണ്ണമായി ജയിൽ ചട്ടങ്ങളുടെ ലംഘനമാണ്. അത് ജയിൽ വളപ്പിൽ തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ നോക്കുമ്പോൾ കാണാൻ ജയിൽ വകുപ്പിൽ തന്നെയാണ്, അതായത് ജയിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഹോർഡിങ്ങുകളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. മതിലിന് അപ്പുറത്താണ്, അതായത് ജയിലിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ വാളുകളുള്ളത്. അത് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ മതിലിന് മുകളിൽ വരെ കയറാൻ കഴിയുന്നയാൾക്ക് ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് സുഖകരമായി എത്താൻ കഴിയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് ഇത് പുനഃപരിശോധിക്കണം, ഈ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയ നടപടി പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യം പൊതുപ്രവർത്തകരടക്കം ഉന്നയിക്കുന്നത്.